എല്ലാ ഇന്ത്യക്കാരുടെയും ഒരു ദേശഭക്തി കൂടുതൽ ഉണരുന്ന ഒരു സ്ഥലമാണ് വാഗാ ബോർഡർ, വാഗാ അട്ടാരി ബോർഡർ. അപ്പോൾ ഞാനിത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു ബോർഡർ വിസിറ്റ് ചെയ്യാൻ വന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഫീൽ പ്രൗഡ്, ഞാനൊരു ഇന്ത്യക്കാരി ആണ് എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലം കൂടെയാണ് ഈ വാഗാ ബോർഡർ എന്ന് പറയുന്നത്. കാരണം നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഓരോ വ്യക്തികൾക്ക് വേണ്ടിയിട്ടും കാവലാളായിട്ട് നിൽക്കുന്ന ആർമീസിനെയും BSFിനെയും CRPFിനെയൊക്കെ സത്യം പറഞ്ഞാൽ ഒത്തിരി, അതുപോലെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സുകൾ വേറെയും ഉണ്ട്. അവരെല്ലാവരെയും നമ്മൾ ഒരു സമയത്ത് റെസ്പെക്റ്റ് ചെയ്യുന്നൊരു നിമിഷം നമ്മൾ ഈ ബോർഡർ വഴി വണ്ടി ഓടിച്ച് പോകുമ്പോഴാണ് സത്യം പറഞ്ഞ് ഫീൽ ചെയ്യുന്നത്. അവർ നമുക്കൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ നാടിന് വേണ്ടിയിട്ടൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നേരിട്ട് പോയി നമ്മുടെ ആ ഒരു ബോർഡറിൻ്റെ ആ ഒരു ഫങ്ഷൻ കാണുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് ഒരു വലിയ സംഭവമായിട്ടാണ് തോന്നുന്നത്. ഓരോരുത്തർക്കും ഓരോ കോൺസെപ്റ്റ് ആയിരിക്കും. എനിക്ക് എൻ്റെ ഫീൽ പ്രൗഡാണ്. കാരണം ഇപ്പം ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ പ്രാവശ്യം പോയപ്പോഴത്തേക്ക് ജസ്റ്റ് ഫ്ലാഗ് കൊണ്ട് അവിടെ കൂടെ ലേഡീസിന് ഓടാൻ മാത്രമായിരുന്നു. പിന്നെ പതിയെ ഇപ്പം പരേഡിന് വരെ ലേഡീസിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം ഷോ മീൻസ് എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇപ്പം ലേഡീസിന് ഓൾറെഡി ആ പരേഡ് പ്ലേസിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ ഗ്രൗണ്ടിൽ ഗാലറി കാണുന്നതെല്ലാം തന്നെ ഈ ഒരു സെയിം ഫങ്ഷൻ കാണാൻ വേണ്ടി മാത്രം ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഞാൻ ഇതിന് മുന്നേയൊക്കെ വരുമ്പോൾ തന്നെ ഇതിനേക്കാളും കൂടുതൽ ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഫ്ലഡും മഴയുടെയൊക്കെ ഒരു സിറ്റുവേഷൻ കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ആൾക്കാർ കുറച്ച് കുറഞ്ഞിട്ടുള്ളത്. അതുവരെ നല്ല രീതിയിൽ ഇവിടെ ഈ ഒരു പ്രോഗ്രാം കാണാൻ ഒത്തിരി ആൾക്കാർ വരാറുണ്ടായിരുന്നു. ഈ പ്രാവശ്യം മലയാളികൾ റൈഡേഴ്സ് തന്നെ വളരെ കുറവാണ്. അല്ലെങ്കിൽ നമ്മൾ വരുമ്പോൾ ഇഷ്ടംപോലെ KL വണ്ടികളും നമ്മളിവിടെ കാണാറുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഇല്ല. ഈ പ്രാവശ്യത്തെ ഇതിന് പോയത് ഞാനും നിഷിയും ഉമയും കൂടെ ചേർന്നിട്ടാണ്. ഓൾറെഡി ഉമയും നേരത്തെ കണ്ടിട്ടുണ്ട്, ഞാനും നേരത്തെ കണ്ടിട്ടുണ്ട്. നിഷിയുടെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ചോദിച്ചപ്പോൾ തന്നെ അവൾക്കതൊരു ഭയങ്കര എന്താ പറയാനാ സന്തോഷം ഉണ്ടായിട്ടുള്ളൊരു നിമിഷമാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അതാർക്കായിരുന്നാലും സന്തോഷം ഉണ്ടാവും. കാരണം നമുക്ക് ആ ഒരു ഇത് കാണുമ്പോഴായിരിക്കും മീൻസ് എന്താ പറയുക, അത് കുറച്ചുകൂടെ സന്തോഷം ഉണ്ടാകുന്നത്. പാകിസ്ഥാൻ്റെ ഇന്ത്യയിലെയും ബോർഡർ തൊട്ട് നമ്മൾ ഇവിടെ ഒരു കണക്ഷൻ്റെ ഒരു കെയർ ഓഫിൽ വന്നതുകൊണ്ട് തന്നെ അകത്തോട്ട് കുറച്ച് പോയി അവിടെ പക്ക പാകിസ്ഥാൻ ഇന്ത്യ ബോർഡർ കാണാനൊരു അവസരം ഉണ്ടായി. ഞാൻ ഇതിൻ്റെ തൊട്ട് മുമ്പേ ഉള്ള വീഡിയോയിൽ അത് ഇട്ടിട്ടുണ്ട്. പാകിസ്ഥാൻ ബോർഡർ ഓപ്പൺ ചെയ്തൊരു ബോർഡർ. കാരണം ഒരു ഹാഫ് മീറ്റർ ഇല്ല, അത്രയും അടുത്ത് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ എന്നുള്ള ആ ഒരു കാണാൻ പറ്റിയപ്പോൾ അത്രയ്ക്കും അല്ലേ. ബാക്കിയൊക്കെ ഞാൻ ഇതിന് മുമ്പേയൊക്കെ ബോർഡർ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 100 മീറ്റർ അല്ലെങ്കിൽ 500 മീറ്റർ ദൂരത്ത് നിന്നൊക്കെ അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത് ഫസ്റ്റ് ടൈമാണ് ഇത്രയും അടുത്ത് നിന്നതും. ഇതിനകത്തൊരു ഉമയുടെ കെയർ ഓഫിൽ പുള്ളി വിളിച്ച് പറഞ്ഞിട്ടാണ്, BSFിലൊരു പുള്ളി വിളിച്ച് പറഞ്ഞിട്ടാണ് സത്യമായി നമുക്ക് ഇത്ര അടുത്ത് കാണാൻ പറ്റിയത്. അത് ഭയങ്കര സന്തോഷമുണ്ടായി. അപ്പം ഇത് നമ്മുടെ ഇന്ത്യയിലുള്ള ഓരോരുത്തരും, അല്ലെങ്കിൽ ഞാൻ ഇതിപ്പം കേൾക്കുന്നതെന്ന് വെച്ചാൽ മലയാളികളായിരിക്കും എൻ്റെ വീഡിയോ കൂടുതലും കാണുന്നത്. അപ്പോൾ കാണുന്ന ഓരോരുത്തരുടെ അടുത്തും നമ്മൾ എപ്പോഴെങ്കിലും ഒരിക്കൽ നമ്മൾ വാഗാ ബോർഡർ നമ്മൾ പോയി കാണണം, അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. കാരണം അതൊരു എന്താണ് ലവ്ലി മൊമെൻ്റാണത്. അത് എത്ര പറഞ്ഞാലും മതി വരത്തില്ല. അത്രയ്ക്കും സന്തോഷം വരുന്നൊരു, എനിക്ക് സന്തോഷമാണ് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഫീല്. ഇടയ്ക്ക് ഒരാൾ എൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി, ഇതൊക്കെ നിർത്തേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളത്. പുള്ളിയുടെ കോൺസെപ്റ്റ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, എൻ്റെ കോൺസെപ്റ്റ് അങ്ങനെ അല്ലാത്തത് കൊണ്ട് ഞാൻ വീണ്ടും ഇഷ്ടപ്പെടുന്നു. ഇനിയും അവസരം കിട്ടിയാൽ ഞാൻ തീർച്ചയായിട്ടും വാഗാ ബോർഡർ ഇനിയും പോകും. എത്ര പോയാലും, അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു സ്ഥലം കാണുമ്പോൾ ചില സ്ഥലങ്ങൾ നമുക്ക് മനസ്സിൽ ഭയങ്കരമായിട്ട് ഇവിടെ എനിക്ക് വീണ്ടും വരണം, ഇവിടെ എനിക്ക് വീണ്ടും കാണണം എന്നുള്ളൊരു ഫീൽ ഉണ്ടാവില്ലേ. അതുപോലെ തന്നെയാണ് എനിക്ക് വാഗാ ബോർഡർ എന്ന് പറയുന്നത്. ഞാനൊരു ഇന്ത്യക്കാരി എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് സന്തോഷപൂർവ്വം പോകുന്നുണ്ട്. ഇനിയും ക്ലബിലെ ലേഡീസിന് ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ കൊണ്ടുപോകാൻ വില്ലിങ്ങുമാണ്. കാരണം ഇപ്പോൾ തന്നെ എൻ്റെ കൂടെ 2 പേര് വന്നു, ഇതിന് മുമ്പേ 2 പേര് വന്നു, അവരെ ഞാൻ കൊണ്ടുപോയി. പിന്നെ ഈ പ്രാവശ്യത്തെ കുറച്ച് ക്ലൈമറ്റ് കാര്യങ്ങൾ ഇഷ്യൂ വന്നതുകൊണ്ട് നമുക്ക് 2ആയിട്ട്
പിന്നെ ക്വിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ എങ്കിലും ഞാൻ ഹാപ്പിയാണ്, അവരും ഹാപ്പിയാണ് എന്നുള്ളത് എനിക്ക് നമ്മൾ കാരണം ഒരുമിച്ചെടുത്തൊരു തീരുമാനമാണ്. അപ്പോൾ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. ഇപ്പോൾ ഇനി വാഗാ ബോർഡറും ഇതും കണ്ടതിന് ശേഷം വീണ്ടും പിന്നെ അടുത്തടുത്ത സ്ഥലങ്ങളും അടുത്തടുത്ത ഇതും കാണാനുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത് വാഗാ ബോർഡർ കാണാത്തവർ തീർച്ചയായിട്ടും എപ്പോഴെങ്കിലും ലൈഫിൽ വന്ന് ഈ വാഗാ ബോർഡർ എക്സ്പീരിയൻസ് ചെയ്തേ പറ്റൂ. അപ്പോഴേ നമ്മളൊരു ഇന്ത്യക്കാരി അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന് നമുക്ക് അവിടെ നമുക്ക് പറയാൻ കുറച്ച് കൂടെ എന്താ പറയാനാ നമുക്ക് തോന്നും. കാരണം ഓരോരുത്തരുടെയും ദേശഭക്തി, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ദേശത്ത് നിൽക്കുകയാണെങ്കിൽ ആ ഒരു ദേശഭക്തി നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം. ആ ദേശത്ത് സ്നേഹിക്കണം, അവിടെയുള്ള ആൾക്കാരെ സ്നേഹിക്കണം. ഇപ്പോൾ ഞാൻ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ കൂടെ യാത്ര ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പം ഓരോരുത്തരും ഓരോ രീതിയിലാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ട്, ഇന്ന സ്റ്റേറ്റിലെ ആൾക്കാരെങ്ങനെയാണ്. എല്ലാ നാട്ടിലും നല്ലതും ചീത്തയായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളെപ്പോഴും നല്ലതിനെ മാത്രം സ്വീകരിക്കുക, നെഗറ്റീവായതിനെ നമ്മൾ മാറ്റി നിർത്തുക. അത് നമ്മൾ എന്ത് കാര്യത്തിലായിരുന്നാലും പോസിറ്റീവ് നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് മാത്രം നിലനിർത്തിയത്. ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ, ബന്ധങ്ങളാവട്ടെ, പിന്നെ ഭക്ഷണമാകട്ടെ, നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുക. ബാക്കിയുള്ളത് നമ്മൾ മാറ്റിവെക്കുക. പിന്നെ എൻ്റെ ഒരു ചിന്തയിലെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ട് കാണുന്ന വ്യക്തിയാണ്. എപ്പോഴും ഞാൻ ചിരിച്ചുകൊണ്ട് നിൽക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ്. നമുക്ക് ചിലപ്പോൾ 100 ടെൻഷനും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവാം. പക്ഷെ നമ്മളെ മാതൃകയാക്കി നോക്കുന്നവർക്ക് നമ്മുടെ ടെൻഷൻ കണ്ടു കഴിഞ്ഞാൽ അവരും തളർന്നു പോകും. അപ്പോഴെപ്പോഴും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പോസിറ്റീവ് ആവുക, അവരുടെ അടുത്ത് ചിരിച്ചുകൊണ്ട് സംസാരിക്കുക, അവർക്ക് ഒരു എനർജി കൊടുത്തുകൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് മുന്നേ ഓർമ്മയുണ്ട്, ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയാൻ പറ്റുമോ എനിക്കറിയത്തില്ല, നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഒരു സ്റ്റേറ്റ് ഹെഡുണ്ട്, ബിനോയ് സാറ്, സർവീസിൻ്റെയാണ്. പുള്ളി ബാംഗ്ലൂരാണ്. അപ്പോൾ ഞാനൊരിക്കൽ കഴിഞ്ഞ റൈഡ് ചെയ്ത സമയത്ത് ഞാനൊരു ഫോട്ടോ സ്റ്റാറ്റസായിട്ട് ഇട്ടപ്പോഴത്തേക്ക് കുറച്ച് ടയേർഡായിട്ട് വിഷമത്തിലിരിക്കുന്ന പോലെ ഫോട്ടോ ഇട്ടപ്പം പുള്ളി അതുവരെ എന്നെ ഫോൺ ചെയ്യാത്ത പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ശരി ആ ഫോട്ടോ മാറ്റാമോ എന്ന് ചോദിച്ചു. ഞാനപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് ഞാനൊരു ചിരിച്ചുകൊണ്ട മുഖത്ത് ഇട്ടോ പറഞ്ഞ്, ഈ മുഖം കാണാനാണ് ഇന്ത്യയുടെ പല ഭാഗത്തുള്ള പല ആൾക്കാരും വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഷൈനി അങ്ങനെ തന്നെ ആയിരിക്കാൻ ശ്രമിക്കുക. സത്യം പറഞ്ഞാൽ അതെനിക്ക് അന്ന് ഞാൻ അതുവരെ അങ്ങനെ ഒരു ഫോട്ടോ ഇടാത്തൊരു വ്യക്തിയാണ്. അന്നെന്തോ ഒരു തമാശ രൂപേണ ഞാനത് ഇട്ടു. പക്ഷെ പുള്ളി പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ശരിയാണ്, നമ്മുടെ വിഷമിക്കുന്ന മുഖം കാണാൻ പലരും ആഗ്രഹിക്കുന്നില്ല. കൂടെ നിൽക്കുന്നവർക്ക് ചിലപ്പോൾ നമ്മൾ എന്താണെന്നോ എങ്ങനെയാണെന്നോ അറിയാൻ പറ്റുമായിരിക്കും. പക്ഷേ പുറമെ നിന്ന് കാണുന്ന അനേകം പേർക്ക് ഞാനൊരു റോൾ മോഡൽ അല്ലെങ്കിൽ ഞാനൊരു മോട്ടിവേഷനായി വരുമ്പോൾ എൻ്റെ വിഷമിക്കുന്ന ഫോട്ടോ അവരുടെ ടെൻഷൻ കൂട്ടാനേ കാരണമുള്ളൂ. അപ്പോൾ നമ്മൾ ചിരിക്കുന്ന ഫോട്ടോ എൻ്റെ അടുത്ത് പലരും ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എന്നെ അറിയാവുന്ന റൈഡേഴ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട്, നിന്നിൽ ഞങ്ങൾ കാണുന്ന ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നീ ചിരിച്ചുകൊണ്ടുമുള്ള മുഖമാണ്. ഈ യാത്രയിൽ തന്നെ ഉമയുടെ ഫാദർ തന്നെ എന്നെ വിളിച്ചിട്ടൊരു ദിവസം പറഞ്ഞു, മോളുടെ എനിക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയത് മോളുടെ ചിരിയാണെന്ന് പറഞ്ഞു. എപ്പോഴും ചിരിക്കുന്നൊരു മുഖം, അതെനിക്ക് ചിലപ്പോൾ എനിക്ക് പറയാൻ പറ്റും, ദൈവം എനിക്ക് അനുഗ്രഹമായിട്ട് തന്നൊരു സംഭവമാണ് ചിരിക്കുന്ന മുഖം എന്നുള്ള. എപ്പോഴും ചിരിക്കുന്ന മുഖത്തോടു കൂടെയും സന്തോഷത്തോടു കൂടെയും മറ്റുള്ളവർക്ക് പോസിറ്റീവ് എനർജി കൊടുക്കുന്ന രീതിയിൽ നമ്മൾ പെരുമാറാൻ ശ്രമിക്കുക. കാരണം നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്, നമ്മളെല്ലാം സന്തോഷത്തോടെ ജീവിക്കാനാണ്. നെഗറ്റീവ്സിനെ എല്ലാം മാറ്റി ഒരു മൂലക്കിട്ടിട്ട് പോസിറ്റീവ് മാത്രം എടുക്കുക. നമ്മുടെ ലഹരി എന്ന് പറയുന്നത് തന്നെ ലൈഫിൽ നമുക്ക് എന്താണോ നമ്മളെ പാഷനായിട്ട് എന്താണോ നമുക്ക് ഇഷ്ടമുള്ള നല്ല കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക. എൻ്റെ ലഹരി എന്ന് പറയുന്നത് ആക്ച്വലി ട്രാവലിംഗ് ആണ്, അതായത് ബൈക്ക് റൈഡിങ് ആണ്. ബൈക്ക് എൻ്റെ ഹരമാണ്. സത്യം പറഞ്ഞാൽ ബൈക്കിലൂടെ അല്ലെങ്കിൽ ബുള്ളറ്റിലൂടെ ഞാൻ കൂടുതൽ ട്രാവലിലോട്ട് എത്തിയൊരു വ്യക്തിയാണ്. അപ്പോൾ അത് ഞാൻ ഇന്ന് വരെയും സൂക്ഷിക്കുന്നുണ്ട്, ഞാനത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എൻ്റെ ലൈഫ് ലോങ് ഞാനത് കൊണ്ടുപോകാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ടൈമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ, ഇന്ത്യയിൽ പല പല കൾച്ചറുകളുണ്ട്, പല നല്ല കാണാനുള്ള നമ്മളെ ഹിസ്റ്ററിയിലെ തന്നെ പാർട്ടുകളായിട്ടുള്ള ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ഇതെല്ലാം നിങ്ങൾ കാണാൻ ശ്രമിക്കുക, അതിന് ടൈം കണ്ടെത്തുക. നമ്മൾ തന്നെയാണ് നമ്മുടെ ടൈം കണ്ടെത്തേണ്ടത്. വേറൊരാളോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയോ നമുക്ക് വേണ്ടിയിട്ട് ആരും വന്ന് ജീവിക്കത്തില്ല. നമുക്ക് വേണ്ടി നമ്മൾ തന്നെ ജീവിക്കണം, നമ്മൾ തന്നെ സമയം കണ്ടെത്തണം, നമ്മൾ തന്നെ എല്ലാം മാറ്റി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ച്
മുന്നോട്ട് പോകാൻ നോക്കുക. എൻ്റെ അടുത്ത് ചിലർ ചോദിക്കാറുണ്ട് ഇതിനെത്രയും ക്യാഷ് എവിടെ നിന്നാണ്, ഇതിനിത്രയും ഇല്ല. സത്യം പറഞ്ഞാൽ എല്ലാം ഞാൻ കഷ്ടപ്പെടുന്നതും പിന്നെ ഫ്രണ്ട്സിൻ്റെ നിന്നൊക്കെ കടം മേടിച്ചിട്ട് നാട്ടിൽ പോയി ഞാനിതെല്ലാം കഷ്ടപ്പെട്ട് പണിയെടുത്ത് തന്നെ തിരിച്ച് കൊടുത്തിട്ട് വീണ്ടും റൈഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരു മകനെയും പഠിപ്പിക്കണം, അതോടൊപ്പം തന്നെ എൻ്റെ പാഷനും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഞാൻ.